ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ മൊറോക്കക്കാരുടെ ദിവസമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ എതിർത്ത് പറയത്തില്ല. 2 മൊറോക്കക്കാരാണ് ഇന്ന് ഗോൾ നേടിയത്. അതും വളരെ ഇമ്പോർട്ടൻറ്റ് ഗോൾ. ഒന്ന് നോവാസദി, മറ്റ് അലാദിൻ അജാരി. എന്തായാലും ആദ്യത്തെ ഗോൾ വരുന്നത് നമ്മുടെ അലാദിൻ അജാരി അടിക്കുന്ന ഗോളാണ്. ആ ഒരു ഗോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സെറ്റ് പീസ് ഗോളാണ്. 2 പ്രാവശ്യവും സെറ്റ് പീസ് നമുക്ക് ഗോൾ ആകേണ്ടതായിരുന്നു. ഒന്ന് നമ്മുടെ ഗില്ലർമയുടെ ഒരു ഗോൾ ആകേണ്ടതായിരുന്നു, ബട്ട് അത് ഓഫ് സൈഡ് പിടിച്ചു. ബട്ട് ആദ്യത്തെ ഒരു സെറ്റ് പീസ് എടുത്ത് ഫ്രീ കിക്ക് എടുത്തത് നമ്മുടെ അലാദിൻ അജാരി ആയിരുന്നു. അത് പ്രശ്നമെന്ന് പറയുന്നത് ആ ഒരു വാൾ ക്രിയേറ്റ് ചെയ്തതിനുണ്ടായ പ്രശ്നമാണ്. അല്ലാതെ സച്ചിന് ഒരു വലിയ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അത് അത്ര പവർഫുൾ ഷോട്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു വാളിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു വാൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അല്ലായിരുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും ഗോളിലേക്ക് പോകേണ്ട ഒരു സംഭവമേ അല്ല. സോ ആ ഒരു വാളിൻ്റെ പ്രശ്നം കൊണ്ടാണ് ആ ഒരു ബോൾ തുളച്ച് കയറിപ്പോയത്. സോ ആ ഒരു നല്ല സ്പീഡായിട്ടുള്ള ഷോട്ടാണ്. സച്ചിന് അത് തടയാനുള്ള സേവ് ചെയ്യാനുള്ള ഒരു കഴിവുള്ളൊരു വ്യക്തിയാണ്. എന്തോ സംഭവിച്ചു പോയി എന്ന് തന്നെ പറയണം. എന്തായാലും അങ്ങനെ ഒരു ഗോൾ വന്നു. പിന്നെ നമുക്കറിയാം നോവാസദയുടെ ഒരു തകർപ്പൻ ഗോൾ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെയായിരിക്കും ഇപ്രാവശ്യവും നടക്കാൻ പോകുന്നതെന്ന്. അത് നോവാസദ ഒരു ഗോളൊക്കെ അടിച്ചു ആ ഒരു വാണ്ടഡ് ടൈം തന്നെ. എന്നിട്ട് അടുത്തൊരു ഗോളൂടെ വന്ന് നമ്മൾ വിജയിക്കുമെന്ന് അങ്ങനെ അവസരം കിട്ടി. ഐവൻ 2 അവസരങ്ങളോളം കിട്ടി, അദ്ദേഹം പാഴാക്കി കളഞ്ഞു. സോ എന്തായാലും ഇന്നൊരു മൊറോക്കക്കാരുടെ ദിവസം എന്ന് തന്നെ അറിയാം. അതുപോലെ തന്നെ 2 പേർക്കും പരിക്ക് പറ്റിയിരുന്നു. അപ്പോൾ അവരുടെ 2 പേരുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റും 2 മൊറോക്കക്കാരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റും നമുക്ക് കാണാൻ സാധിക്കും. സോ അതൊക്കെയാണൊരു ഫുട്ബോളിൻ്റെ സൗന്ദര്യം എന്നൊക്കെ പറയുന്നത്. സോ എന്തായാലും വിജയിക്കേണ്ട കളി തന്നെയായിരുന്നു. സ്റ്റിൽ എന്താണെന്നറിയില്ല, നമ്മൾ പരാജയപ്പെട്ടു പോയി. സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ